നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുമെന്ന് കോൺഗ്രസ് സ്ട്രാറ്റജി ടീം അംഗം ഗോപി കൃഷ്ണ. കഴിഞ്ഞ 2 വർഷമായി സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടുനിന്ന അദ്ദേഹം തെരഞ്ഞെടുപ്പ് പൂർത്തിയായതോടെയാണ് തന്റെ വ്യക്തിപരമായ വിലയിരുത്തലുകൾ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. UDF 85 മുതൽ 90 സീറ്റുകൾ വരെ നേടുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന പ്രവചനം. കേരളത്തിൽ ഭരണമാറ്റം പ്രകടമാണ്. 85 മുതൽ 90 സീറ്റുകൾ നേടി UDF അധികാരത്തിലെത്തും. സീറ്റുകൾ ഇതിലും വർദ്ധിക്കാനും സാധ്യതയുണ്ട്. വടക്കൻ കേരളത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് UDFനെ കാത്തിരിക്കുന്നത്. തൃശൂരിൽ UDF തങ്ങളുടെ പ്രതാപകാലത്തെ പ്രകടനത്തിലേക്ക് തിരിച്ചെത്തും. LDF നിലനിർത്തുന്ന സീറ്റുകളിൽ പോലും ഭൂരിപക്ഷം വലിയ തോതിൽ കുറയും. മത്സരിക്കുന്ന 8 മന്ത്രിമാരെങ്കിലും ഇത്തവണ പരാജയപ്പെടും. LDFിലെ രണ്ടാമത്തെ വലിയ കക്ഷിക്ക് 10-ൽ താഴെ സീറ്റുകൾ മാത്രമേ ലഭിക്കൂ. നിലവിലെ ഭരണമുന്നണിയിലെ 2 മുതൽ 3 വരെ പാർട്ടികൾക്ക് ഒരു MLA പോലും ഇല്ലാത്ത അവസ്ഥയുണ്ടാകും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കണ്ണൂരിൽ CPMന്റെ ഉരുക്കുകോട്ടകളിൽ അവിശ്വസനീയമായ അടിയൊഴുക്കുകൾ സംഭവിക്കും. കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ കുറഞ്ഞത് 3 സീറ്റിലെങ്കിലും വിജയിക്കും. മുസ്ലിം ലീഗിൽ പാർട്ടിയുടെ ചരിത്രത്തിലാദ്യമായി ഒരു വനിതാ MLA നിയമസഭയിലെത്താൻ സാധ്യതയുണ്ട്. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ പകുതിയിലധികം സീറ്റുകൾ UDF സ്വന്തമാക്കും. BJPക്ക് പരമാവധി 3 സീറ്റുകൾ ലഭിച്ചേക്കാം. എന്നാൽ ഒന്നുപോലും ഉറപ്പിച്ചു പറയാനാകില്ല. കോഴിക്കോട് സൗത്ത്, ബേപ്പൂർ എന്നിവിടങ്ങളിൽ BJP വോട്ട് വിഹിതം വർദ്ധിപ്പിക്കും. BJP 2020 സഖ്യം പ്രതീക്ഷിച്ചതുപോലെ വോട്ട് ഏകീകരണത്തിന് സഹായിക്കില്ലെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു. കഴിഞ്ഞ 2 വർഷമായി കോൺഗ്രസ് സ്ട്രാറ്റജി ടീമിന്റെ ഭാഗമായി ഔദ്യോഗിക രാഷ്ട്രീയ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഗോപി കൃഷ്ണ ഈ വിലയിരുത്തൽ നടത്തിയത്. ഇത് ടീമിന്റെ ഔദ്യോഗിക റിപ്പോർട്ടല്ലെന്നും ആ മേഖലയിൽ പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലുള്ള വ്യക്തിപരമായ നിഗമനങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗോപി കൃഷ്ണയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: കഴിഞ്ഞ 2 വർഷത്തോളമായി സോഷ്യൽ മീഡിയയിൽ രാഷ്ട്രീയം കുറിക്കാറില്ലായിരുന്നു. ഔദ്യോഗികമായി ചില രാഷ്ട്രീയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തതിനാലും എൻ്റെ മുൻകാല രാഷ്ട്രീയ നിലപാടുകളും പരിഗണിച്ചായിരുന്നു ഈ മൗനം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഒപ്പം ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളും. 2 വർഷം ഈ മേഖലയിൽ പണിയെടുത്തിട്ടും ഒരു പ്രവചനം നടത്താനുള്ള ആത്മവിശ്വാസം ഇപ്പോഴുമുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. പക്ഷേ ചെയ്ത ജോലിയിൽ പൂർണ്ണമായ തൃപ്തിയും ആത്മവിശ്വാസവുമുണ്ട്. അതുകൊണ്ട് തന്നെ ചില വിലയിരുത്തലുകൾ പങ്കുവയ്ക്കുന്നു. കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകും. 80 മുതൽ 90 സീറ്റുകൾ വരെ നേടി UDF അധികാരത്തിലെത്തും. വടക്കൻ കേരളത്തിൽ UDFന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമുണ്ടാകും. കണ്ണൂരിലെ CPM കോട്ടകളിൽ ഞെട്ടിക്കുന്ന അടിയൊഴുക്കുകളുണ്ടാകും. കോഴിക്കോട് ജില്ലയിൽ കൈപ്പത്തി ചിഹ്നത്തിൽ കുറഞ്ഞത് 3 MLAമാരെങ്കിലും വിജയിക്കും. മുസ്ലിം ലീഗിന് ചരിത്രത്തിലാദ്യമായി ഒരു വനിതാ MLA ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൃശൂരിൽ UDF പ്രതാപകാലത്തെ പ്രകടനത്തിലേക്ക് തിരിച്ചെത്തും. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ പകുതിയിലധികം സീറ്റുകൾ UDF നേടും. LDF നിലനിർത്തുന്ന സീറ്റുകളിൽ പോലും ഭൂരിപക്ഷം ഗണ്യമായി കുറയും. മത്സരിക്കുന്ന മന്ത്രിമാരിൽ കുറഞ്ഞത് 8 പേരെങ്കിലും ഇത്തവണ നിയമസഭ കാണില്ല. LDFിലെ രണ്ടാമത്തെ വലിയ കക്ഷിക്ക് 10-ൽ താഴെ സീറ്റുകൾ മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ. നിലവിലെ LDF സർക്കാരിന്റെ ഭാഗമായ 2 മുതൽ 3 വരെ പാർട്ടികൾക്ക് ഒരു MLA പോലും ഇല്ലാത്ത അവസ്ഥ വരും. UDFിൽ വർഷങ്ങളായി MLAമാരില്ലാതിരുന്ന പാർട്ടികൾക്ക് ഇത്തവണ MLAമാരും മന്ത്രിമാരും ഉണ്ടാകും. BJPക്ക് പരമാവധി 3 സീറ്റുകൾ വരെ ലഭിക്കാം. എങ്കിലും ഒന്നുപോലും ഉറപ്പിച്ചു പറയാനാകില്ല. കോഴിക്കോട് സൗത്ത്, ബേപ്പൂർ മണ്ഡലങ്ങളിൽ BJP വോട്ട് വിഹിതം ഗണ്യമായി ഉയർത്തും. 2020യുമായുള്ള കൂട്ടുകെട്ട് പൂർണ്ണമായ BJP 2020 വോട്ട് ഏകീകരണത്തിന് സഹായിക്കില്ല.